ഒരു സൈറ്റ് വിസിറ്റ്. അട്ടപ്പാടിയല്ല, ആനക്കട്ടി. ക്ലയന്റ് ഒരു പുതിയ വീട് എടുത്തിട്ട് അത് നമ്മളിപ്പോൾ ഒരു Airbnb കൺസെപ്റ്റിൽ മാറ്റാൻ പോവാ. കാരണം അവിടെ വരുന്ന ടൂറിസ്റ്റൊക്കെ ഒരു വലിയ ആംബിയൻസ് കിട്ടുന്നുണ്ട്, മാറ്റി മറിക്കാൻ പോവാ അല്ലേ. വന്ന വഴിയിലേക്ക് കൊള്ളാം, കിടിലൻ. അട്ടപ്പാടി ഇതേമാതിരി സൈറ്റ് ആയിരിക്കുമോ പറയാനൊക്കെ പോലുള്ള തോന്നുന്നത്? ഇങ്ങനെയൊക്കെ തന്നെ ഒരു ഹിൽ വ്യൂ ഒക്കെ ഉള്ള ആയിരിക്കുമല്ലേ. ഇങ്ങനെയാണ് നമ്മളൊരു എക്സ്പെക്ടേഷൻ. നമ്മളെ ചെക്കനായിട്ടുള്ള ഫസ്റ്റ് സൈറ്റ് വിസിറ്റ്. അതെ. അട്ടപ്പാടി ഇവരാണ് നടന്നിരുന്നു. നാളെ വണ്ടി വെച്ച് ഫോട്ടോ എടുക്കാൻ. ഓ, വീഡിയോഗ്രാഫർ കേട്ടോ. എന്നാ വീഡിയോഗ്രാഫർ അതാ. കാറ് വരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുകയും അവനവിടെ നിന്നിട്ടും പോകുന്നുണ്ട്. ഒന്നെടുക്കും മോനെ, ഞങ്ങൾ ഷോട്ട് എടുത്തിരും അല്ലേ ഇതിനെ? ഒന്നെടുക്കും മോനെ, ഞങ്ങളൊരു ഷോട്ട് എടുത്തിരും. ചുമര് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. അതെ, അതാ ഹൈലൈറ്റ് തോന്നുന്നു അല്ലേ. അതിന്റെ മുമ്പ് നടത്താൻ അറിയാം. നമ്മളെ ആകെ എനിക്കൊന്ന് ഈ വഴിയിൽ കുറച്ച് ഫുഡുള്ള ഹോട്ടൽ ഇതാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ കയറി വല്ലതും കഴിക്കാം. ഗായ്സ് വല്ലതും കിട്ടുമോ നോക്കാം. അല്ലെ എല്ലാവരും തീർത്ത് തോന്നുന്നു അവിടെ നേരത്തെ തിന്നരാ. ഇവിടെ ഒരു 3 പേർക്കുള്ള വച്ചവണ്ടി കിട്ടുമോ ചോദിച്ചോ. കച്ചവടം 3 പേർക്കുള്ള വച്ചണം കൂടി കിട്ടുമോ? നമ്മളൊരു തമിഴ്നാട് ഫീൽ ഉണ്ട്. ഉള്ളൊരു ഗ്രീനറി, നല്ല രസമുണ്ട്. പച്ചപ്പ്, ട്രോപ്പിക്കൽ സാധനം പഠിക്കാം. റിസോർട്ട് പോലെ തന്നെ ആണല്ലേ അത്? ഓൾറെഡി റെന്റിന് പോകുന്നതാണോ? ഇല്ല, ഇത് ഒരു ഫാം ഹൗസ് மாதிரி சும்மா முன்னாடி இருக்கிற ஓனர் வச்சிருக்கோம். இது இதையும் 30 சென்ட்ஸ் இருக்கு. அதையும் நம்ம ரெசார்ட் தான் பண்ண போறோம். ஓகே. இது நம்ம அங்கே ஒர்க் பண்ணும்போது நம்ம வந்து இது ஸ்டே பண்ணுறதுக்காக வேண்டி அதுக்கப்புறம் நம்ம வந்து இதை ஹோம் ஸ்டே மாதிரி கொடுத்துடலாம். அப்படி ஏதாவது மைண்டில் இருக்கா என்ன ஸ்டைலில் போடணும்? இல்லை, எனக்கு இது ஒரு காம்பேக்டான ஒரு சின்ன ஒரு ஹோம் ஸ்டே மாதிரி ஒரு ஃபேமிலியோ நம்ம கெஸ்ட்டு கொடுக்க போகிறது தான். ஓகே. உங்களோட டேஸ்ட்டுக்கு அதை எப்படின்னு சொன்னீங்கன்னா என்ன பண்ணலாம் அப்படி. உங்களுக்கு ஏதாவது பட்ஜெட்டுக்கு பெஞ்ச் மார்க் ஏதாவது? ஃபெமிலியர் ரெசார்ட் இருக்கு. இதுக்குள்ள ஸ்ட்ரைட்டாக போனால் ബാലി സ്റ്റൈലിൽ இருக்கும். ട്രൈപ്പിൻ്റെ അവിടെ ഒരു ബോർഡ് കണ്ട്, മായ ട്രൈപ്പ്. அது ஃபுல்லாக பாலி ஸ்டைலில் தான் இருக்குது. ஃபேமஸா? ஃபேமஸ். ஸோ அதனால் எப்படியுமே கெஸ்ட் இப்படி நம்ம கிராஸ் பண்ணி தான் போகணும். கொஞ்சம் நல்லா இருக்கணும். ரொம்ப ஹைஃபை 5 ஸ்டார் அப்படி இல்லாமல் நம்மளுக்கு ஒரு மாடரேட்டாக ஒரு ஃபேமிலிஸ் வந்து ஸ்டே பண்ணிட்டு போகிற மாதிரி. இல்லை வேறு ஏதாவது 2 ஸ்டே இன்னும் ஒரு ஸ்டே எக்ஸ்ட்ரா கேட்டலான்னாலும் உங்கள் ஐடியா சொன்னாலும் ஓகே. ஓகே. இது இப்போதான் வாங்கியிருக்கு, ஸ்கெட்ச் ஏதாவது இருப்பியா? இப்போ தான் வாங்கி நேற்று தான் முந்தானத்து தான் இது ரிஜிஸ்ட்ரேஷனும் முடிஞ்சிருக்கு. இப்போ தான் நானே வரேன். ஸ்கெட்ச் வேணால் நான் தரேன். இது மேலே வரைக்கும் அங்கே யானையெல்லாம் வந்து நிற்கும் நைட்டு. ஓ, இங்கேல வருவோம். இங்கெல்லாம் ரோட்லேயே கிராஸ் ஆகிடும் நைட்டு 10 மணிக்கு மேலே ஒன்றும் பெருசாக എല്ലാ இடத்துலையும் எலக்ட்ரிக்கல் ஃபென்சிங் இருக்குங்க. ഇത് ടെറസ് നല്ല വ്യൂ. അവിടെ നിന്ന് ഇങ്ങനെ ആന ഇറങ്ങി വന്ന് റോഡൊക്കെ ക്രോസ് ചെയ്യും. നല്ല കിടിലൻ വ്യൂ ഒക്കെ ഉണ്ട്. ഇവിടെ നല്ല കിടിലൻ വ്യൂ. ഒരു ഗസീബോ ഒക്കെ സെറ്റ് ചെയ്താൽ അടിപൊളി. അങ്ങനെ റോഡ് മുന്നും വ്യൂ വരും. ഇത് ചെറിയ ഹൈറ്റ് അല്ലേ, റോഡ് മുന്നും ഡബിൾ ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് ഒരു ഫ്ലോറോടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. കൈ ഇങ്ങനെ ആക്കുമ്പോൾ ഈ പാരപ്പറ്റൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് വരണം. നമ്മളത് സൈറ്റിൻ്റെ മൊത്തം മെഷർമെൻ്റ് എടുക്കാൻ പോവുക. ഈ മെഷർമെൻ്റ് വെച്ചിട്ടാണ് നമുക്ക് 3D ഉണ്ടാക്കാം. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടിങ് അങ്ങനെയാണല്ലേ? അതെ, നമ്മളെ സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. ഒരു ബേസിക് ഔട്ട് സ്കെച്ച് എടുക്കാം അല്ലേ? ഔട്ട്ലൈൻ സ്ക്വയർ, പ്യൂർ സ്ക്വയർ, 2 വരാന്താസ്. ഈ റൂമിൻ്റെ മെഷർമെൻ്റ് എടുക്കുകയാണ്. അതായത് ഈ ഓൾ മുതൽ ആ ഓൾ വരെയുള്ള ഫസ്റ്റ് മെഷർമെൻറ്റ്സ്.
3.8 meters ആണ്. സെക്കൻഡ് വരുന്നത് ഈ ഡയറക്ഷനിൽ. ഏത് 3.8? ഫസ്റ്റ് ഇത് 3.8. ഈ ഡയറക്ഷനിൽ വരുന്നത് 3.58 ആണ്. ഇത് റൂമിൽ തന്നെ എന്തൊക്കെയുണ്ട്, വിൻഡോസ്, പിന്നെ അതേപോലെ എയർ ഹോൾസ്, പിന്നെ അങ്ങനത്തെ ഓപ്പണിങ്സ്, ഡോറ്. ഇത് 3.5 അല്ലേ? 3.8. ഇത് 3.5. അത് 3.58. 5.8. ഈ ഫിക്സഡ് ആയിട്ടുള്ള ഈ സ്ലാബ് ഇതൊക്കെ നമ്മൾ ഇനി മാർക്ക് ചെയ്യണം. സിങ്ക് മാർക്ക് ചെയ്താൽ സിങ്കില്ലേ സ്ലാബിനോട് ഇവിടെ സിങ്ക് ഓക്കെ. ഉം 1.91. ഇവിടെ രീതി വേണ്ട സില്ലുണ്ടേ. ഡോറ് മാത്രം അടുക്കിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിവാക്കാം. 0.32 ഡോറ് മാത്രം വരുന്നത്. ഫ്രെയിം അടക്കം കൂട്ടല്ലേ? അല്ല, ഓനെടുത്ത് 0.92. എൻജോയ് എമ്മാങ്ക. ഇവിടെ നല്ല പൂളാങ് പണിയും. ഇവിടെയാ പൂള് നല്ലത്. ഡബിളല്ലേ പ്രൈവസിക്ക് എവിടെയല്ലേ? ബഡ്ജറ്റിലും കുറച്ചും നല്ല ഇവിടെ. ഇവിടെ തട്ടി ലെവലാക്കിയാൽ മതി. പക്ഷെ മുമ്പ് ഒരു യൂണിറ്റും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അറിയാം, അതിലൊരു ആക്സസ് കൊടുത്ത് ആ യൂണിറ്റ് അവിടെ താഴെ കൊടുത്താൽ മതി. അവിടെ ചെറിയ കൊട്ടേഷൻ ഉണ്ടാക്കിയാൽ ഇവിടെ. സ്കെച്ചിൽ പ്ലോട്ട് മാർക്ക് ചെയ്ത് ബിൽഡിംഗ് മാർക്ക് ചെയ്താലേ നമുക്കത് മരങ്ങളും ഇത് വന്ന് നാരങ്ങ. സൂം ചെയ്ത് കാണിച്ചു കൊടുക്കേ. സൂം ചെയ്ത് കാണിച്ചു. അപ്പോൾ നമ്മളെ മെഷർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ 3D ഉണ്ടാക്കാം. ഇതാണ് വരുന്നത്. ഓക്കെ, ഞങ്ങൾ ഏകദേശം ഒരു അപ്രോച്ച് ഡയമെൻഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഇത് വന്ന് നമ്മൾ 3D പണുക. നമുക്കല്ലേ കോണ്ടൂർ കിട്ടുകയാണെങ്കിൽ കുറച്ചൊരു ബെറ്ററായി ഈ ടെറൈൻസ്. അതെ, അപ്പോൾ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയാണ്, അതായത് ഓവർ കോസ്റ്റ് ഇല്ലാതെ ഫൗണ്ടേഷനൊക്കെ സേവ് ചെയ്തുകൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കാമെന്ന് പറയട്ടെ. സർവേർ போது ஒரு வாட்டி நம்ம கால் பண்ணா சொல்லிடுவேன் எப்படி வேணும். இது ட்ரீ எல்லாம் மார்க் பண்ணணும். அதுக்கு என்னெல்லாம் ட்ரீ அதெல்லாம் மார்க் பண்ணணும். 3500. അത് നല്ല രസമുണ്ട് കാണാൻ. ഒരു മറ്റേതുപോലെ ഭയങ്കര ഡാർക്കും അല്ല, എല്ലാ ക്ലൈമറ്റിലും ഇടാം. പക്ഷെ മറ്റേത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കറുപ്പ് ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ മതി. അതെ, പക്ഷെ ഇത് നോർമൽ അല്ലേ? നോക്കണ്ട, പുറത്തുനിന്ന് നോക്കുന്നില്ലേ? പുറത്തുനിന്ന് നോക്കിയാ പോരെ. അതെ, ചുള്ളിൽ അടിച്ചു മാറ്റിയാ. ഇതിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഡാർക്ക് അല്ല, കുറച്ചുകൂടി മോർണിംഗ് വേർഷൻ. മോർണിംഗ് വാക്ക് തന്നെയാണ്. മറ്റേത് ബ്ലാക്കാ, മറ്റേ ഡാർക്ക് ആയിപ്പോ ഈവനിങ് ആയിപ്പോ. വീണ്ടും നാരങ്ങ. അല്ല, എൻ്റെ ക്ലാസ് എൻ്റെ ഞാൻ കാറിൽ എടുത്തില്ല. ഇപ്പോൾ ട്രാവൽ ബാഗ് സെറ്റ് ആക്കിയേക്കണം. ട്രാവൽ ബാഗ് പോകുമ്പോൾ ആ ബാഗ് എടുത്താൽ അതിലെല്ലാം ഉണ്ടാകും. ഏത് പേസ്റ്റ് മുതൽ ഫ്രഷ് എല്ലാം സെപ്പറേറ്റ് അതിനായിട്ട് മാറ്റി വെക്കുക. നല്ലതാ, സീരിയസ്ലി അത് ചെയ്യേണ്ടി വരും. ഡെയിലി ഹോട്ടലിൽ നല്ലതാണ്. എന്നിട്ട് കാറിലിട്ടാൽ മറ്റേ പോകുമ്പോൾ അതേപോലെ പോകും, അതേപോലെ തിരിച്ചുകൊണ്ടുവന്നാൽ. ഇന്നലെ എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. രാത്രി 12 മണി കഴിഞ്ഞു. അവസാനത്തെ ഷൂട്ടൊന്നും എടുക്കാനായില്ല. എടുക്കാൻ പറ്റിയില്ല, വിളിച്ചല്ലായിരുന്നു. ഇനിയിപ്പോൾ ഇത് നമ്മൾ 3D ആക്കാൻ പോകും. അന്ന് നമ്മൾ സൈറ്റ് പോയ മെഷർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി അതിന് 2D ആക്കണം. 2D കഴിഞ്ഞിട്ട് അത് അതേ മോഡൽ വെച്ച് കണ്ട് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, വെച്ച് 3D ആക്കണം. എന്നിട്ട് വേണം അതിന് നമ്മൾ വർക്കൗട്ട് ചെയ്യാം. അല്ലേ, നമ്മൾ ഫസ്റ്റ് വ്ളോഗാണ്. ഇനി 100ാമത്തെ വ്ളോഗിലൊക്കെ അടിപൊളിയാക്കിയാണ്. അതിനിടെ 99 വ്ളോഗ് ഉണ്ടാവും.